ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചി പൂക്കട തുടങ്ങിയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതും ചന്ദ്രമതിയുടെ പേരിട്ട് പൂക്കട തുടങ്ങിയെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ എല്ലാവരും വിളിക്കുന്നതും കൂടെ ആകുമ്പോൾ ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല. പക്ഷേ രവീന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ ചെന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഓരോരുത്തർക്കൊക്കെ അയച്ചു കൊടുക്കട്ടെ, നീ വരുന്നെങ്കിൽ വാ, നീയല്ലേ ഇവിടുത്തെ മുതലാളി, അതുകൊണ്ട് വന്ന് കുറച്ച് നേരം കടയിൽ ഇരുന്നിട്ട് പോന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഒന്ന് പോകുന്നുണ്ടോ, എന്നെ ഒന്ന് വെറുതെ ഇവിടെ, എനിക്ക് സഹിക്കുന്നില്ല ഇതൊക്കെ ഓർത്തിട്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. വർഷ റൂമിൽ ചെന്നിട്ട് സച്ചി കൊടുത്ത കവറ് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ 2500 രൂപയുണ്ട്. 2000 രൂപയായിരുന്നു രേവതിക്ക് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതിന് വർഷ കൊടുത്തത്. അതിന് കൊടുത്ത് 500 രൂപയും കൂടെ കൂടുതൽ കൊടുത്ത് വർഷയോട് പകരം വീട്ടിയതായിട്ട് വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷ അതാ രൂപയും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരും. എന്തായാലും ഏട്ടത്തിക്കൊരു കടയിട്ട് കൊടുത്തല്ലോ, അതൊക്കെ നല്ല കാര്യമായെന്നൊക്കെ പറയുമ്പോഴത്തേന് വർഷ പറയുന്നുണ്ട്, പക്ഷേ ഏട്ടനെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, അയാൾക്ക് ഭയങ്കര ഈഗോയാണ്. ഞാൻ ഏട്ടത്തേക്ക് പൈസ കൊടുത്തത് വെറുതെ അല്ല, അവരിവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർക്ക് സ്വന്തമായിട്ട് ക്യാഷൊന്നും ഇല്ലാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കൊടുത്തതെന്ന് പറയും. നീ ആ ക്യാഷ് കൊടുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, അങ്ങനെ ഏട്ടത്തിയെ അപമാനിക്കാൻ പാടില്ല. ഏട്ടത്തി ഇവിടെ കിടന്ന് രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതാണ്, അമ്മയാണ് ഒരു വേലക്കാരിയെ പോലാണ് ഏട്ടത്തിയെ കരുതുന്നത്, അപ്പം നീയും കൂടെ അതിനകത്ത് ഇടപെടാൻ പാടില്ലായിരുന്നെന്ന് വർഷയോട് ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നല്ലത് വിചാരിച്ചാൽ ശ്രീകാന്തെ കാശ് കൊടുത്തത്. ഏട്ടത്തിക്കാണെങ്കിൽ കയ്യിൽ ക്യാഷൊന്നും ഇല്ലാതെ ഒരു കാര്യത്തിനും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതെല്ലാം സച്ചിയേട്ടൻ്റെ മുമ്പിൽ കൈ നീട്ടണ്ടേ എന്ന് വിചാരിച്ചു. പക്ഷേ അയാൾക്ക് ഭയങ്കര ഈഗോയാണ്, അതുകൊണ്ട് അയാൾ 2000 രൂപ ഞാൻ ചേച്ചിക്ക് കൊടുത്തപ്പോൾ അത് 2500 രൂപയായിട്ട് തിരിച്ചു തന്നെന്നൊക്കെ പറയും. പക്ഷേ ശ്രീകാന്ത് സച്ചിയെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. എന്തൊക്കെയായാലും നീ കാരണമാണെന്ന് പറഞ്ഞാൽ പോലും ഏട്ടത്തിക്കൊരു ഷോപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഏട്ടന് പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ നോക്കിക്കോ, ആ സ്ത്രീയെ കൊണ്ട് ഇനിയും പണി ചെയ്യിപ്പിച്ച് ആ കിട്ടുന്ന ക്യാഷിന് കള്ളും കുടിച്ച് നടക്കാനായിരിക്കും സച്ചി ഇനി ചെയ്യുന്നെന്നൊക്കെ വർഷ പറയും. അവരുടെ കീഴിൽ നിന്നും മാറി ചേച്ചി വല്ലതുമൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവർ ഇപ്പോൾ ഷോപ്പ് ഇട്ട് കൊടുത്ത് അവരെ അടിമയെ പോലെ വെച്ചിരിക്കുന്നതെന്നാണ് വർഷ സച്ചിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ സച്ചി ഇതൊന്നും അർഹിക്കുന്നതല്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രീകാന്ത് പറയും, ഇനി അങ്ങനെ ഏട്ടനെ കുറ്റപ്പെടുത്തരുത്, ഏട്ടൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, ഏട്ടത്തിയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല, ഇനി ഒരിക്കൽ പോലും ഏട്ടനെ ഏട്ടത്തിയെയും കുറിച്ച് ഇങ്ങനൊന്നും എന്നോട് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുണ്ട്. അന്നേരത്തേന് ചന്ദ്രമതി ഓടി വന്ന് വർഷയോട് നീ എന്തിനാ ഒച്ച വെച്ച് സംസാരിച്ച്, എന്തിനാ മോളെ വഴക്ക് പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി വർഷയെ അങ്ങ് പൊക്കി പിടിക്കുന്നുണ്ട്. അന്നേരത്തേന് ശ്രീകാന്തിന് മനസ്സിലാകും ക്യാഷൊക്കെ ഉള്ള കാരണമാണ് വർഷ ഇപ്പം അമ്മ ഒത്തിരി പൊക്കി പിടിക്കുന്നതെന്ന് മനസ്സിലാവും. അന്നേരം വർഷ പറയുന്നുണ്ട്, ഞാൻ ചേച്ചിക്ക് കൊടുത്ത 2000 രൂപയ്ക്ക് പകരം സച്ചി എനിക്ക് 2500 രൂപ തന്ന് പകരം വീട്ടിയെന്ന് പറയും. അന്നേരത്തേന് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായായിരുന്നു അവൻ കാശ് തന്നത് എന്തിനാണെന്ന്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നേരത്തെ അറിയാം, അത് കാരണം എനിക്ക് മാനക്കേടായി, ഇനി അവൻ ആ വഴി തന്നെയാണ് പൂക്കട കൊണ്ട് വെച്ചിരിക്കുന്നത്, എൻ്റെ മാനം പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി ഇറങ്ങി അങ്ങ് പോകും. രേവതിയാണ് ഒരുപാട് സന്തോഷത്തിലാണ്, സ്വന്തമായൊരു പൂക്കട സച്ചി ഇട്ടതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, സച്ചി നിനക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നല്ലോ, ഇത് വലിയ കാര്യമായെന്നൊക്കെ, നീ എന്തായാലും ഒന്നും ആകാതെ പോകില്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ടായിരുന്നൊക്കെ അമ്മയും പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് സച്ചി എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സന്തോഷമായോ എന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി, സച്ചിയേട്ടനെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു പറയും. ഇപ്പം വേണ്ട, എന്നാലും വൈകിട്ടാട്ടെ വീട്ടിലോട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചി നോക്കി ചിരിക്കുന്ന കാണുമ്പോഴത്തേന് അനിയത്തി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ രണ്ടുപേരുടെ ഒരു സ്വകാര്യമെന്ന്. പൂവിനൊക്കെ നല്ല മണമുണ്ടെന്ന് പറയുമായിരുന്നെന്ന് സച്ചി അങ്ങ് പറയും. എന്നിട്ട് രേവതിക്കും അങ്ങ് നാണം വരുന്നൊക്കെ ഉണ്ട്. വൈകിട്ട് വന്നിട്ട് സച്ചിയും രേവതിയും കൂടി ഇരുന്ന് കണക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പം രേവതി പറയും, ഒരു 150 രൂപയുടെ കുറവുണ്ടെന്ന്. പക്ഷേ സച്ചി കൂട്ടിയിട്ട് പറയും, ഇല്ലല്ലോ കറക്റ്റാന്ന് പറയും. അല്ല, കണക്കിനകത്തൊരു 150 രൂപ കുറവുണ്ടെന്ന് പറയുന്നുണ്ട് രേവതി. അന്നേരത്തേന് സച്ചി പറയും, എനിക്കൊരു കടയിൽ നിന്ന് 150 രൂപ ബാലൻസ് കിട്ടാനുണ്ടെന്ന്, അതൊക്കെ നേരത്തെ പറയണ്ടേന്ന് പറഞ്ഞ് ഇവർ എഴുതിയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ആയിട്ട് പറയും 800 രൂപ ലാഭം കിട്ടിയെന്ന്. അത് കേട്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. അപ്പം ചന്ദ്രമതി അവിടെ തന്നെയൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട്. അന്നേരം സച്ചി ഉടനെ ചന്ദ്രമതിയെ കേൾപ്പിക്കാനായിട്ട് 800 രൂപ കിട്ടിയെന്ന്, നാളെ അത് 2000 ആകും, 5000 ആകും, 10000 ആകും എന്നൊക്കെ പറഞ്ഞ് പൊക്കി അങ്ങ് പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എന്നാലും അവിടെ തന്നെ നിന്ന് കറങ്ങി നിൽപ്പുണ്ട്. അപ്പം രവീന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറയും, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ കച്ചവടം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവർ പറയും,
പറയും 800 രൂപ ലാഭം കിട്ടി, ഇനി അതുപോലെ ഡെവലപ്പ് ആയിക്കോളൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് രവീന്ദ്രൻ പറയും മോളുടെ രാശി നല്ലതായിരുന്നു, രേവതി മോളുടെ കൈ കൊണ്ടല്ലേ തുടങ്ങിയ അതാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേന് സച്ചി ചന്ദ്രമതിയെ കേൾപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ പറയും. അന്നേരത്തേന് രവീന്ദ്രനും അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേന് ചന്ദ്രമതി വന്ന് പറയുന്നുണ്ട് 800 രൂപ അല്ലേ കിട്ടിയേ, 800 കോടി കിട്ടിയ പോലാണല്ലോ ഇവിടെ ബഹളം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് ഇവർ രേവതി പറയും വേണ്ട മിണ്ടാതിരിക്കുക അമ്മയെ അങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചൊക്കെ നിന്നിട്ട് ഇവർ കഴിക്കാനായിട്ട് എഴുന്നേറ്റ് പോകും. രേവതി റൂമിൽ വന്നിരുന്നു മാല കെട്ടുന്നുണ്ട്. അന്നേരം സച്ചി ചോദിക്കും എന്തിനാ ഇനി ഇത്രയും നേരം കടയിലും മാലകെട്ടൊക്കെ അല്ലായിരുന്നോ, ഇനി കിടന്നുറങ്ങത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പം രേവതി പറയും നാളെ രാവിലത്തേക്ക് ഒരു ഓർഡറുണ്ട്, അതിന് വേണ്ടി കെട്ടിയതാന്നൊക്കെ പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞിരുന്ന് അവർ മാലയൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് സച്ചി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴത്തേന് രേവതി ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് പൂവ് എടുക്കാനായിട്ട് മാർക്കറ്റിൽ പോകണമെന്ന് പറയുമ്പോഴത്തേന് സച്ചി ചോദിക്കുന്നുണ്ട് 4 മണിക്കോന്ന്, അത് ഒരു 3 മണിയാകുമ്പോൾ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് 4 മണിക്ക് പോകാമെന്ന്. 3 മണിയൊക്കെ ആകുമ്പോൾ എങ്ങനെയാ ഉറക്കം അല്ലേ എന്നൊക്കെ ചോദിച്ച് സച്ചി ആദ്യം സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. പിന്നെ പറയും ശരി പോയേക്കാമെന്ന്. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരുടെ കാറിൽ ഇങ്ങനെ മാർക്കറ്റിൽ പോകാനായിട്ട് പോകുന്നുണ്ട്. അന്നേരം രേവതി പറയും ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് പറയും രേവതി തന്നെ പറയുന്നുണ്ട് നമുക്ക് ഈ പൂവൊക്കെ വിറ്റ് കിട്ടുന്ന കാശിന് സ്വന്തമായിട്ട് സച്ചിയേട്ടനൊരു കാറ് മേടിക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തോടെ രേവതിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.